ഈ പലരും ഇപ്പൊ എന്നെ പോലെയാണ്, പലരും പല ലക്ഷ്യങ്ങളുള്ളവരാ. ചിലവർ ഇതിൽ കയറി നെഗറ്റീവ് അടിക്കുക, തെറി പറയാ, അപ്പൊ അവരെ ശ്രദ്ധിക്കപ്പെടും. അതിനു വേണ്ടി വരുന്നുണ്ട്. അപ്പൊ അവർ കഷ്ടപ്പെട്ട് അവരെ ചേട്ടനോ അങ്ങനെ ഏതെങ്കിലും ഒരു കാലത്ത് ചെയ്തിട്ടില്ലേ? എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഇല്ല, ഞാൻ തെറി പറഞ്ഞിട്ടും പറഞ്ഞിട്ടൊന്നല്ല, എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ചിട്ട് അത് പണ്ടല്ല, എപ്പോഴും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ തെറ്റൊന്നുമില്ല. അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞു വരുന്നത് അതാണ്, അതിൽ തെറ്റല്ല. ചിലര് എന്താ പറയാ, ബിസിനസ് വൈരാഗ്യങ്ങൾ ഉണ്ടാവും. ഓരോ ബിസിനസ് കൂടും തോറും ശത്രുക്കൾ കൂടി വരികയാണ്. ആദ്യം സ്വർണ്ണ കച്ചവടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പൊ കാര്യമായിട്ടില്ല. പിന്നെ അതിൽ കുറെ ബിസിനസ്സുകളിലേക്ക് വന്നപ്പോ ശത്രുക്കൾ ഇങ്ങനെ കൂടി കൂടി വരും. അപ്പൊ അങ്ങനെയുള്ളവര് എന്തുണ്ടാവും, തീർച്ചയായിട്ടും നമുക്ക് ഉമ്മ തരാനൊന്നും പോകുന്നില്ല. അവര് ശത്രുക്കൾ. എല്ലാരും ഉമ്മ ആഗ്രഹിച്ചിട്ടുണ്ടോ? ഉമ്മ തന്നില്ലെങ്കിലും സ്നേഹത്തിലായിരിക്കണം. കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്നാണല്ലോ എന്റെ പച്ച. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക എന്നാണ്. അപ്പൊ ഉമ്മ തന്നില്ലെങ്കിലും സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, വെറുക്കാതിരിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളാണ്. സ്നേഹിച്ച് ജീവിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ ഇങ്ങനെ പല അഭിപ്രായത്തിലാണ് പലതും വരിക. അതുകൊണ്ട് നമുക്ക് തെറ്റ് പറയാൻ പറ്റില്ല. പിന്നെ ചിലര് ചിലപ്പോ വളരെ സീരിയസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അവര് ഡ്യുവൽ എന്താ പറയാ, ഡബിൾ മീനിങ് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ആണുങ്ങളെയും പെണ്ണുങ്ങളെയൊക്കെ പറയാറുണ്ട്. സ്ത്രീകളെ ആണെങ്കിൽ അയ്യോ അങ്ങനെ വെച്ച് പറഞ്ഞപ്പോ അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. അത് അവര് എന്തോ സിൻസിയർ ആയതുകൊണ്ട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവാം. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാലും ശ്രദ്ധ പിടിക്കാനായിട്ട് ഇടിച്ചു കയറി വരുന്നതൊക്കെ ആയിരിക്കും. ഏതായാലും കോൺകർ ദ വേൾഡ് വിത്ത് ലവ് എന്ന് കുറെ വർഷങ്ങളായി പറയുന്ന ഒരാൾക്ക് കോൺകർ ചെയ്യാൻ സാധിച്ചോ? പിന്നെ 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 എനിക്ക് എന്റെ ഫേസ്ബുക്കിൽ തന്നെ 23 ലക്ഷം ആൾക്കാരുണ്ട്. ഇതൊക്കെ ഉള്ളതാണോ അതോ പൈസ കൊടുത്ത് പ്രൊമോട്ട് ചെയ്താണോ? ഇല്ല, അങ്ങനെ പറ്റുമോ? മറ്റേ ഇതല്ല, ലൈക്ക് ഇതൊക്കെ കേട്ടണം. ഓട്ടോമാറ്റിക് ബോട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ അതില്ല, അത് പറ്റില്ല. അത് അങ്ങനെ കയറ്റിയിട്ടാ ഓട്ടോമാറ്റിക് ഇറങ്ങി പോകും. ഇത് ഓടി ഉണ്ടാക്കിയതാ. കാസർഗോഡ് ടു തിരുവനന്തപുരം 812 കിലോമീറ്റർ ഓടിയപ്പോ കിട്ടിയതാണ് ഈ 23 ലക്ഷം. 70 ലക്ഷത്തോളം ഫാൻസ് ഫോളോ ഉണ്ട് നമുക്ക്. അതൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ്. തമാശ പറഞ്ഞും ഓടിയും ചാടിയും ഒക്കെ ആയിട്ട് അല്ലാതെ കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ. പക്ഷെ ഞാൻ കേട്ട വേറെ കാര്യം എന്താന്ന് പറയട്ടെ, അതായത് ഈ മാധ്യമ പ്രവർത്തകരോ ക്യാമറയോ വരുമ്പോ മാത്രമേ ഓട്ടോ ഉള്ളൂ, അല്ലെങ്കിൽ റെസ്റ്റിംഗ് ആണെന്ന്. അത് ആദ്യമായിട്ട് പറഞ്ഞത് ഇപ്പോഴത്തെ ന്യൂസില്. കാരണം ഇന്ന് വരെ അതാരും പറഞ്ഞിട്ടില്ല. അതിലെ രസം അതല്ല. ഞാൻ ഈ ഓടിക്കൊണ്ടിരിക്കുമ്പോ വാനോളം പുഴത്തിയിട്ടുണ്ട്. പക്ഷെ പുള്ളിക്ക് അത് ഓർമ്മയുണ്ടാവില്ല. കുറച്ച് 7-8 വർഷങ്ങളായില്ലേ. അത് കഴിഞ്ഞ് ലണ്ടനിൽ അദ്ദേഹത്തിന്റെ ഓൺലൈൻ പത്രം ഉദ്ഘാടനം ചെയ്യാനായിട്ട് എന്നെ വിളിച്ചിരുന്നു. ഞാൻ ചെല്ലാന്ന് ഏറ്റിരുന്നതാണ്. എന്തോ തിരക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയില്ല ഒരു സിറ്റുവേഷനിൽ. അത് എനിക്ക് കുറ്റബോധമുണ്ട്, തെറ്റാണ്. അതിനുശേഷമാണ് പുള്ളി എന്നെ കുറിച്ച് നെഗറ്റീവുകളൊക്കെ ഇടാൻ തുടങ്ങിയത്.